ബാപ്പ എന്ന് പറഞ്ഞപ്പോഴാ മക്കൾ വളർന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. ഇത്രയും കാലം ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ സക്കീന? നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, മക്കളുടെ കാര്യങ്ങൾ നോക്കാറില്ല എന്ന തോന്നൽ നിന്നെ അലട്ടാറുണ്ടോ? പറയ്. എല്ലാം നീ പറയാതിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടില്ല. നിന്നെ മക്കളെ ഞാൻ മറന്നതല്ല, അവഗണിച്ചതല്ല. അതിമോഹങ്ങളൊന്നും എനിക്കില്ല. എന്റെ കണ്ണടയുന്നത് വരെ ഇത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. ഇനി ഗൾഫിൽ പോയാൽ എന്റെ കാര്യമൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ആലോചിച്ച പിന്നെ ഇക്കയും നമ്മുടെ കുട്ടികളും എന്നും ആരോഗ്യത്തോടെ ഇരിക്കണം. അതുമാത്രമാണ് എപ്പോഴും എന്റെ തേട്ടം. ബാപ്പ പറഞ്ഞത് കേട്ട് ഞാൻ വിഷമിച്ചു. പക്ഷെ നല്ലതിനാണെന്നോർത്ത് ആശ്വസിക്കാൻ ശ്രമിച്ചു. എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിന്നെ കിട്ടിയത്. എന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളൊരു ഭാര്യ. എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി വീർപ്പുമുട്ടുന്നൊരു ഭാര്യ. മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഒരുപാട് കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണം. പിന്നെ രഹ്നനെ കാണാൻ പറ്റുന്ന ചെറുക്കനെ നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ചെറുപ്പത്തിൽ കണ്ടതാ. പിന്നെ ചെറുക്കനെ 14 രാവിന്റെ മൊഞ്ചൊന്നും വേണമെന്നില്ല. ഓള് നല്ലപോലെ നോക്കിയാ മതിയായിരുന്നു. എന്നെ പോലെ ഉത്തരവാദിത്ത ബോധമില്ലാത്തവനായാലോ? വിഷം കൊടുത്ത് ഞാൻ കൊല്ലു. അല്ല മനുഷ്യ, എന്താ നിങ്ങൾക്ക് അവിടെ പണി? ഞാനിവിടെ എക്സസൈസ് ചെയ്ത് കൊടുക്കല്ലേ. ഇങ്ങോട്ട് ഇറങ്ങി കളി മനുഷ്യ. കാറ്റടിച്ചിട്ട് പാറിപ്പോയാലേ ഇച്ചിങ്ങളെ തെരഞ്ഞെടുക്കാൻ നേരില്ല കേട്ടോ. ഇല്ലപ്പോ ഇവിടെ കാറ്റൊന്നും ഇല്ല. നിങ്ങളൊന്നും കൊണ്ട് ഇറങ്ങി വന്നാണി ആ ചെടിക്കൊന്ന് നനക്കാൻ. ഓസത്തെ കിടക്കുന്ന ആ ചെടിക്കൊന്ന് നനച്ചാളി. ഞാൻ എന്റെ പള്ള കുറയുള്ള എക്സസൈസ് ചെയ്യല്ലേ. പൈപ്പില് വെള്ളം വരുന്ന കാണില്ലല്ലോ. പണ്ടാനടുക്കത്തില് വെള്ളമില്ലേ? ഒച്ച കേക്കണില്ലല്ലോ. വെള്ളമില്ലേ? പടച്ചോനെ, ഇപ്പൊ കുളി ഇവിടുന്നായോ? അതിലൊക്കെ മനുഷ്യന്മാരുണ്ടെന്ന് ഇങ്ങക്ക് നാളില്ലാച്ചിട്ട് ഒന്ന് വേഗം പോയി ഒരുങ്ങിക്കോളി. എവിടേക്കപ്പോ പോണ്? പെട്ടാണോ? അയ്യടാ, പൂതി നീ മാറിയിട്ടില്ലല്ലേ? എന്റെ അഞ്ചത്തിന്റെ പുയ്യാപ്പള സുഖമില്ലാതെ ആസ്പത്രി കിടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേന്ന്? അവിടെ പോകാതിരുന്നാലേ ഇങ്ങക്ക് മോശമില്ലല്ലോ, എനിക്ക് മോശാ. എന്നാ പിന്നെ ഇജ്ജ് പോയാ പോരെ? അത് പോരാ, നിങ്ങൾ എന്റെ പുയ്യാപ്പളയല്ലേന്ന്. അല്ലെങ്കിൽ എന്റെ കൂടെ പോരാൻ പണ്ടേ ഇങ്ങക്ക് കുറച്ചില്ല. നിങ്ങൾ തുണിയും കുപ്പായും മാറി കുറച്ച് ബേക്കറി സാധനം വാങ്ങി വേഗം വരീന്ന്. നേരെ ഒരുപാടായി. എന്നാ ഒരു കാര്യം ചെയ്യ്, ഒരടങ്ങായി പത്തിരിപ്പൊടി 2 പാക്കറ്റ് പപ്പടം ബേക്കാക്കിയാളാ. അത് മതി. പത്തിരിപ്പൊടിയും പപ്പടം സുഖമില്ലാത്ത ആളെ കാണാൻ പോകുമ്പോ കൊണ്ടുപോവുക. എടി കൈതേ, പത്തിരിപ്പൊടിയും പപ്പടാൻ പോലെ നമ്മക്കാണെങ്കിൽ ചെലവ് കുറയും ചെയ്യും, ഓൽക്കാണെങ്കിൽ ഒരു കാര്യത്തിലാവും ചെയ്യും. ആ, അത് ശരിയാണല്ലോ, നിങ്ങളൊരു ബുദ്ധി. നമുക്ക് പോകാം. ഓട്ടോറിക്ഷ മജീദിനെ വിളിച്ചു നോക്കിയാലോ? നടത്താ. ഹലോ ഹലോ, മജീദല്ലേ? പെട്ടെന്നൊരു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വന്നാച്ച്. നമ്മുടെ മജീദേ, നമുക്ക് ആസ്പത്രിക്കകത്ത് പോണോ? ഓട്ടോറിക്ഷ കൊണ്ടുപോവാ. ഞാൻ പടില്ലേ, ഞാൻ ബാംഗ്ലൂരാണേ. ബാംഗ്ലൂരോ? ആ ബാംഗ്ലൂർ തന്നെ. അപ്പോക്ക് ബാംഗ്ലൂർ എത്തിയോ? എന്താണ് അവിടെ? നാളെ ന്യൂ ഇയർ അല്ലേ? ബാംഗ്ലൂരിൽ ന്യൂ ഇയറിന് 2 മിനിറ്റ് ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട്. ഞാൻ അത് കാണാൻ വേണ്ടി പോന്നതാണ്. എടാ ഒക്കെ അതിന് കായ് ചെലവാക്കി അങ്ങോട്ട് പോണ്ടിരടാ. 2 മിനിറ്റ് അല്ല, 2 മണിക്കൂർ നമ്മളെ വരിക്കുവന്ന നമ്മള് കന്നെ ഓഫാക്കി തരൂലാർക്ക്. പിന്നെ എന്തിനാ ചക്കട്ട് പോയത്? വണ്ടി ആസ്പത്രി കിട്ടാ. ഹലോ, എവിടെ എത്ര കാലായി കണ്ടിട്ട്? എന്താ പറയാ, ഞാൻ ട്രിപ്പിലാ.
എന്തൊക്കെയുണ്ട് വർത്താനം? പെണ്ണുങ്ങൾ കുട്ടിയൊക്കെ സുഖം തന്നെയല്ലേ? ആ ഞമ്മളിങ്ങനെ ഓരോങ്ങനെ വള്ളക്കുടിക്ക് ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ പോവാണ്. പറയും. അത് ഞാൻ 2-3 ഡ്രൈവറെ വണ്ടി ഓടിക്കുമ്പോ ഫോൺ ചെയ്യല്ലേ, അപകടം ഉണ്ടാവും. കുട്ടികളായിട്ടുള്ള വൈകുന്നേരം നടക്കുക. ഈ ഫോൺ വിളി കട്ടാക്കടോ, ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. എന്റെ ഫോൺ വിളി കഴിഞ്ഞിട്ടൊക്കെ പോയാ മതി. ഒന്നുകൂടെ ഇറങ്ങിയാണ് വണ്ടീന്ന്, ഒന്നുകൂടെ ഇറങ്ങിയാണ് നിങ്ങള്. കട്ട് ചെയ്യണ്ട കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ ഫോണൊക്കെ ചെയ്തിട്ട് വണ്ടി പോവുള്ളൂ. അതിനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കയറിയാ മതി. നജ്ജണ്ട് പൊയ്ക്കാങ്ങ അവിടുന്ന്. എന്റെ ഒരു സോപ്പം പട്ടി. ഹലോ, ഞാൻ ചോറ് വെച്ചല്ല, ഹോസ്റ്റലിലാണ്. അപ്പോ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം. അസീസ്ക ഒന്നും കേട്ട് വരി. പെണ്ണിന് ചെറുക്കൻ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങള് നിക്കാഹല്ലേ? നിക്കാന് മുമ്പ് നാട്ടു നടപ്പനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്ത്രീധനക്കാരിയാണോ? അത് പച്ചയിൽ എങ്ങനെ പറയാന്ന് വിചാരിച്ചിട്ടാ. കുഴപ്പമുണ്ടായിട്ടല്ല. എന്താ പോലെ നിലപാട്? ഓന്റെ പെങ്ങളെ കല്യാണം ഉറപ്പിച്ചതും കാര്യങ്ങൾ നടത്തിയതും ഞമ്മളാ. 75 പവനും 1.5 ഉറുപ്പി. നിങ്ങളെ മോളെ ഓന് പറ്റിയ സ്ഥിതിക്ക് അത്രയൊന്നും മാണ്ടാന്ന് കൂട്ടിക്കോളി. എന്നാലും എത്ര വേണ്ടി വരും? ഒരു 50 പവനും 1.5 ഉറുപ്പി. അല്ല നിങ്ങൾക്കൊരു കുറച്ചില് തോന്നണ്ട. ഞാൻ ആദ്യേ പറഞ്ഞല്ലേ എന്റെ അടുത്ത് ഇത്ര നോക്കൂലെന്ന്. ഒരു 10-30 പവൻ എങ്ങനെങ്കിലും ഒപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. രാത്രിയോളം പന്നി നിൽക്കൂല. കിട്ടിയ മുത്തനെ കളയണ്ട. ഞാൻ എന്താ ചെയ്യാ? എന്റെ അടുത്ത് ഉണ്ടെങ്കിലല്ലേ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ നിങ്ങൾ ഉണ്ടാവുന്ന കാലത്ത് കുട്ടിനെ കെട്ടിച്ചോളി. ഞാനീ പറഞ്ഞത് പറ്റ കുറഞ്ഞ സംഖ്യ. ഓനിതും ഇതിലപ്പുറം കിട്ടും. വെറുതെ വർത്താനം പറഞ്ഞ് നേരം കളയണ്ട. എന്നാ പിന്നെ ഞമ്മക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. ശരി. അല്ല, കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് പോയാ പോരെ? ഇതിലപ്പുറം ഇനി എന്ത് തീരുമാനാ? വാടാ, അനക്ക് ഇഞ്ഞും മിച്ചോറും ബിസ്ക്കറ്റും തിന്നാനുള്ള വിധിയുണ്ട്. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോരോ പരിപാടി. അസീസേ, അന്റെ മകളെ കെട്ടിച്ചു വിടണമെങ്കി ഇതിലെങ്ങനെ എന്ന് നടക്കാണ്ടേ ഗൾഫ് പോവാൻ നോക്ക്. ഇല്ലെങ്കി പെരുത്ത് സ്ത്രീധന എങ്ങനെ കണ്ടെത്തും? നമ്മുടെ മക്കൾ വളർന്ന് വലുതായത് കണ്ടില്ലേ? ഈ ക്ലബും കളിയുമായി നടന്നാൽ മതിയോ? അസീസേ, കാര്യങ്ങള് ഗൗരവം അണക്കിപ്പോ മനസ്സിലായല്ലോ. ഞാനന്ന് വിസന്റെ കാര്യം പറഞ്ഞത് അന്നെ ഗൾഫ് പറഞ്ഞാച്ച് പണം വാരാല്ല ആർത്തിയുണ്ടാന്ന് വിചാരിച്ചോ? മക്കള് ഗൾഫ് പറഞ്ഞാച്ച് ഓലെ കണ്ണീര് നനഞ്ഞ പണം കൊണ്ട് കിബറ് കാട്ടി നടക്കണ വാപ്പാര നാടാ ഞമ്മളെ നാട്. പക്ഷേ അന്റെ വാപ്പാത്ര കണ്ണു ചൊരല്ലാത്തോനല്ല. എന്റെ കുട്ടി നിലല്ലാ കയത്തിൽ മുങ്ങിത്തായിണത് കാണുമ്പോ പണ്ട് നൂഹ് നബി മകനെ നോക്കിയുന്നത് പോലെ നോക്കി നിൽക്കാനേ എന്റെ വാപ്പാക്കാവതുള്ളൂ. 10-60 കൊല്ലം ജീവിതം കണ്ട ഞാനെന്നെ എന്റെ മോനോട് പറയണത് ഇച്ചു പോണെന്ന്. പൈസ കജില്ലാത്തോൻ ഈ ദുനിയാവിൽ പിച്ചക്കാരനാടാ. ആരും തിരിഞ്ഞു നോക്കൂല. അന്നത്തെ വിഷയതായാലും പോയി. വേറെ ഒന്നുണ്ട്, ദുബായിക്ക്. കുഞ്ഞേമതാജിന്റെ മകൻ സക്കീറിന്റെ അടുത്താ. കുഞ്ഞേമതാജി ഞാനും പണ്ട് ചാലിയാറിൽ തെരപ്പം കുത്തി നടന്നിട്ടുണ്ട്. ഓന് പടച്ചോ നസീബ് കൊടുത്തു. പണം കൊണ്ട് മാത്രമേ ഓൻ നസീബ് ഉണ്ടായുള്ളൂ. ആ സക്കീർ ഒഴിച്ച് മറ്റെല്ലാരും പേച്ചുപോയി. പഴയ ചങ്ങാതി അബ്ദുറഹ്മാന്റെ മകന് ഒരു വിഷമാണെന്ന് പറഞ്ഞ ഓന് വിഷമുണ്ടാവൂല. പക്ഷേ അന്റെ സമ്മതാണ് ആദ്യം വേണ്ടത്. എനിക്ക് വേണം ബാപ്പ, ആ വിസ എനിക്ക് വേണം. മകളുടെ കല്യാണം പോലും നടത്തി കൊടുക്കാൻ കഴിയാത്ത ഈ വാപ്പയെ അവൾ മനസ്സുണ്ടെങ്കിലും ശപിച്ചിട്ടുണ്ടാവും. ഇല്ലുപ്പ, എന്റെ ഉപ്പയെ മോൾ ഒരിക്കലും ശപിക്കൂല. പാപ്പ ഞങ്ങളെ വിട്ട് എവിടേക്കും പോണ്ട. അല്ല നേതാവേ, നിങ്ങളെ ഡൽഹി പോക്ക് എന്തായി? ഡൽഹി പോക്ക് എന്തായാലും വേറെ കാര്യമുണ്ട്. ഈ കണ്ട വികസനം ഉണ്ടല്ലോ, ഞങ്ങളെ ഭരണത്തിന്റെ എക്കാലത്തൊരു നേട്ടായിരിക്കും. എത്തിയല്ലോ, ഞമ്മളെ മഹമ്മൽ എത്തിയല്ലോ. നിങ്ങളറിഞ്ഞോ, നമ്മളെ അസീസാക്കാന്റെ മോളെ കല്യാണം മുടങ്ങി.
എന്താ കാര്യം? സ്ത്രീധനം തന്നെ. ചെറുക്കന്റെ കൂട്ടുകാർക്ക് രണ്ടടിങ്ങായി സ്ത്രീധനം ആണെന്ന്. അതിനെന്താ ഇജും വാങ്ങിയില്ലേ 1,75,000 പവനും? പിന്നൊരു കാര്യം, എന്റെ മക്കളെല്ലാരും സ്ത്രീധനം വാങ്ങാതെയാണ് കല്യാണം കഴിച്ചു. എനിക്കതിൽ അഭിമാനമുണ്ട്. അതിന് മക്കള് മുഴുവൻ 2 തലമുറക്ക് നക്കാല കുടുംബത്തിൽ നിന്നല്ല പെണ്ണിട്ടി, അല്ല പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊന്നും അല്ലല്ലോ. ഈം പറിച്ചിലാട്ടാ തോന്നും വല്ലേ. അല്ല നമ്മളെ മൻസൂറിനെ ഇപ്പൊ തീരെ കാണില്ലല്ലോ. ഓ നന്നായില്ലേ, ഓ അധിക നേരം പള്ളിക്കല. എന്നാ ഓന് കല്യാണാലോചന നടക്കണ്ടാവും. ഒരുത്തനെ നന്നാവാനും സമ്മതിക്കൂലാച്ചാല്